റോന്ത് എന്ന മൂവിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സോ ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഷാഹിദ് കബീറാണ്. സോ അദ്ദേഹത്തിൻ്റെ നേരത്തെ മൂവീസ് എടുത്തു നോക്കിയാൽ തന്നെ അദ്ദേഹം റൈറ്റിംഗ് ചെയ്യുന്ന മൂവീസ് ആണെങ്കിലും അല്ലാതെ ഡയറക്റ്റ് ചെയ്ത മൂവീസ് ആണെങ്കിലും എല്ലാം അത്യാവശ്യം നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള മൂവീസാണ്. ഇപ്പോൾ ജോസഫ് ആണെങ്കിലും ബാക്കിയുള്ള ഇലവിഴ പൂഞ്ചിറയാണെങ്കിലും പിന്നെ അങ്ങോട്ട് പറയുകയാണെങ്കിൽ ഓഫീസർ ആണെങ്കിലും എല്ലാം തന്നെ വളരെ ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടുള്ള ടെറിഫിക് ആയിട്ടുള്ള മൂവീസാണ്. സോ അങ്ങനെയുള്ള ഒരു മൂവി തന്നെയാണ് റോന്ത് എന്ന് പറയുന്ന ഈ ഒരു സിനിമയും. റോഷൻ മാത്യൂസ് അതുപോലെ തന്നെ ദിലീഷ് പോത്തൻ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. സോ ഒരു രാത്രി നടക്കുന്ന സംഭവങ്ങളാണ് സിനിമ പറയുന്നത്. ഒരു രാത്രിയെക്കുറിച്ചുള്ള സിനിമ പറയുമ്പോൾ അങ്ങനെ ഒത്തിരി സിനിമകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ ഒരു വ്യത്യസ്തമാകുന്നത് ഇതൊരു നൈറ്റ് പാട്രോളിങ്ങിൻ്റെ കഥയാണ്. ആ ഒരു സമയത്ത് നടക്കുന്ന പല ടെറിഫിക് ആയിട്ടുള്ള സംഭവങ്ങളും പോലീസുകാരുടെ മാനസികാവസ്ഥയും അവരുടെ ആ ഒരു ഇമോഷണൽ സൈഡും ഒക്കെ തന്നെ പറയുന്ന ഒരു സിനിമയാണത്. സോ എങ്ങനെയാണ് ഇവരുടെ വർക്ക് വരുന്നത്, സോ ഇവരെന്തൊക്കെയാണ് ഇതിനു വേണ്ടി ത്യാഗം ചെയ്തിരിക്കുന്നത്, സോ അങ്ങനെയുള്ള പല സംഭവങ്ങളും വളരെ ഗംഭീരമായി പറയുന്ന ഒരു ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ് ഇതിൻ്റെ മേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ സ്റ്റോറിയും എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ആയതുകൊണ്ട് തന്നെ അതുപോലെ ഒരു കിടിലം മേക്കിംഗ് ആണ് ഈ ഒരു മൂവിക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവി വിജയിക്കുന്നതും ആ ഒരു സംഭവം കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ പെർഫോമൻസ് സൈഡിലോട്ട് വരുമ്പോൾ ദിലീഷ് പോത്തൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ഇമോഷണൽ വെയിറ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് വളരെ ഗംഭീരമായിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ റോഷൻ മാത്യുവിൻ്റെ റിയാലിസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസും എടുത്തു പറയേണ്ട ഒന്നാണ്. സോ വളരെ റിയാലിറ്റിയോട് അടുത്ത് നിൽക്കുന്ന ഒരു മൂവിയാണ്. സോ അങ്ങനെയുള്ള ഒരു എൻഡിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് സിനിമ വരുന്നത്. സോ ഈ ഒരു മൂവിയുടെ ആ ഒരു ക്ലൈമാക്സ് ഒക്കെ കണ്ടു കഴിയുമ്പോഴും നമ്മുടെ കൂടെ തന്നെ ഈ ഒരു മൂവി തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയാലും ആ ഒരു മൂവി നമ്മുടെ കൂടെ തന്നെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത് സിനിമയുടെ ഒരു വലിയ ഹൈലൈറ്റ് ആണ്. സോ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഇപ്പോൾ തിയേറ്ററിൽ റിലീസായിട്ടുണ്ട്.